നമ്മളിപ്പോ പറഞ്ഞ ജാതി സംബന്ധമായിട്ടുള്ള സ്ഥലം വരെ എത്തി. പക്ഷെ നമ്മൾ വീണ്ടും തിരിച്ച് ട്രാക്കിലേക്ക് പോവാണ്. അതായത് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഈ ഡാർക്ക് മാജിക് അല്ലെങ്കിൽ ബ്ലാക്ക് മാജിക് സോക്കോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇപ്പം നമ്മുടെ നാടുകളിൽ കൂടി വരുന്നു എന്നുള്ളൊരു തോന്നുന്നു. കൂടുതലുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ അതിന്റെ ട്രെൻഡ് കൂടി അത് കൂടുതൽ ഡാർക്ക് മാജിക് എന്ന് പറയുന്നതിലേ വിഷയം എന്താണെന്നറിയോ? ആഭിചാരം അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിലുള്ള ദുഷ്കർമ്മങ്ങൾ അല്ലെങ്കിൽ ശക്തി നേടാനുള്ള ഇതൊക്കെ ചെയ്യുന്നത്. അതായത് ശക്തിയും പണം അല്ല, ശക്തി വന്നു കഴിഞ്ഞാൽ അധികാരം വന്നു കഴിഞ്ഞാൽ പവർ പണമൊക്കെ വരും, പാഞ്ഞിട്ട് വരും. അത് വേറെ കാര്യം. അപ്പൊ പണം നേടാന്നുള്ളതിനപ്പുറത്തേക്ക് പണ്ടുണ്ടായിരുന്ന പിന്നെ ഈ പുരാണത്തിൽ നിന്നൊക്കെ ചിലപ്പോ ഇൻസ്പയർഡ് ആയിട്ടായിരിക്കും മറ്റേ ചെയ്യുന്നതേ. കഥകളൊക്കെ കേൾക്കുമ്പോൾ വിചാരിക്കുമല്ലോ ഇങ്ങനെ ശക്തി കിട്ടി കഴിഞ്ഞ് ഇങ്ങനെ ചെയ്യാം. മനുഷ്യന് ഇത്രയും നെറുകളും ഇത്രയും അസ്ഥികളും ഇത്രയും മാംസം ഇത്ര വെയിറ്റ് ഒക്കെ ഉള്ളൊരു ജീവിയാണ്. ഒരു പരിധി ഉണ്ട് ഊർജത്തിനെ സ്വീകരിക്കാൻ ഭൂമിയിലെ. അപ്പൊ നമ്മൾ ഈ ഊർജത്തിന്റെ ഇത്ര ശതമാനം സ്വീകരിച്ചാൽ ചിലപ്പോ നമ്മളെ അടിച്ചു പോകും നമ്മുടെ തലയുടെ സാധനം. ഇതൊന്നും ചിന്തിക്കണില്ല. അതന്നെ ബാക്ക്ലാഷ് അടിക്കുക പറയും. ഇതിന് തിരിച്ചടി വരും പറയണത്. അതായത് ഇപ്പൊ ഒരാളുടെ മേലെ ഒരു സംഭവം ഒരു പരിധിയിൽ കൂടുതൽ ഇതായി കഴിഞ്ഞാൽ ഈ ചെയ്യുന്ന ആൾക്ക് തന്നെ അത് എഫക്ട് ആവുന്നു. അത് വെച്ചാല് ഊർജം വെച്ചിട്ടുള്ളൊരു ഗെയിമാണ് കർമ്മങ്ങളും ഇതൊക്കെ. അപ്പൊ ഈ ഊർജം ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ല, ഒരു ഏരിയ ഞാൻ പറഞ്ഞില്ല, ഒരു നേരിയൊരു വേറൊരു ലോകം ഉണ്ടെന്ന് പറഞ്ഞു, ഊർജ ലോകം. അവിടുത്തെ ഊർജങ്ങൾ എടുത്തൊരു സൈക്കിളാണ് നിൽക്കുന്നത്. മനുഷ്യന്മാരെ തല ഇതില് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. അല്ലാണ്ട് അവനൊരു കുഴിയിൽ ചാടിക്കല്ല. അവനെ കണ്ണ് കെട്ടുക വെച്ചാൽ അവൻ കാണില്ല, അവൻ അറിയണില്ല ഇവിടെ ഒരാൾ പോണു, ശ്രദ്ധ പോണില്ല അങ്ങോട്ട്. അങ്ങനെയൊക്കെയാണ്. അല്ലാണ്ട് നമ്മളെ മറ്റേ ഭൂതം വന്ന് നമ്മളെ വെട്ടുക അല്ലെങ്കിൽ രക്ഷിക്കുക താങ്ങുക അങ്ങനെയൊന്നല്ല. നമ്മുടെ സൈക്കിള് നമ്മുടെ തലയിൽ ഉണ്ടാവുന്ന ചില ചിന്തകളിലൊക്കെ മാറ്റങ്ങൾ വരിക, നമുക്ക് ഭ്രമം പോലെ തോന്നുകയും ഉള്ളതില്ലാത്തതും മറ്റേ ഇവരോട് ആകെ ഡെലൂഷനും ഇതൊക്കെ വരിക, അങ്ങനെ പരിഭ്രമങ്ങൾ വരിക, ഒരു ഉറപ്പില്ലായ്മ വരിക, കോൺഫിഡൻസ് കളയുക. ഇങ്ങനെയൊക്കെയാണ് ഇത് പണക്കാരനായിട്ടുള്ള ഒരാള്, ശക്തമായിട്ട് ചിന്തിക്കുന്ന ഒരാള്. അയാളുടെ ഈ സാധനം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണക്കൂട്ടാൻ പറ്റണില്ല, പ്ലാൻ ചെയ്യാൻ പറ്റണില്ല, ഒരു സാധനം മൂവ് ചെയ്യാൻ പറ്റണില്ല. അങ്ങനെ പതുക്കെ ഗ്രാജുവലി എന്ത് പോയിക്കാളുടെ കച്ചവടം ചുരുങ്ങി ആള് കടം വാങ്ങിച്ചിട്ടായിരിക്കും ഒരു കച്ചവടം ചെയ്യുന്നത്. അപ്പൊ ഇയാള് വിചാരിക്കുന്ന എങ്ങനെയാണ്, ഒരു കടം വാങ്ങിച്ച് ഒരു ഫ്ലോ ഉണ്ടാവില്ല, ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവും. ഇവിടെ നിന്നുള്ള സാധനം വിൽക്കുന്നു, അവിടെ പൈസ കിട്ടുന്നു, ഇവിടെ കൊടുക്കുന്നു, സാധനം എടുക്കുന്നു, ഇങ്ങനെയൊക്കെ ആയിരിക്കും പോകുന്നത്. ഒരു സാധനം ഈ ചെയിൻ പൊട്ടി കഴിഞ്ഞാൽ, ഈ ക്യാപിറ്റൽ ചെയിൻ പൊട്ടി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ക്യാഷ് ഫ്ലോ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ പരിപാടി തീർന്നു. അങ്ങനെയാണ് ഒരു ഒറ്റടിക്ക് ബാങ്ക്രപ്റ്റ് ആണ് തകർന്നോടെ. അപ്പൊ ഇതുപോലെ ഇവരെന്താ ചെയ്യാ, ഈ ചിന്തയെ, മനുഷ്യന്റെ ചിന്തയെ അതിനെ ഇങ്ങനെ ഈ ഊർജ്ജങ്ങൾ ഉപയോഗിച്ചിട്ട് ചെയ്യും. അത് അങ്ങനത്തെ കുറെ സംവിധാനങ്ങളുണ്ട്. അപ്പൊ ഇത് ചെയ്യുമ്പോ ചെയ്യുന്നവൻ ദരിദ്രനായിക്കൊണ്ടിരിക്കണം, അവർക്ക് ഊർജ്ജത്തിന് കൊടുക്കണം പണിയെടുക്കുന്നത്. അതായത് ഇപ്പൊ നമ്മുടെ ഊർജ്ജം കളിമുള്ളതെന്ന് വിചാരിക്കാം. ഇവിടെയുള്ള ഊർജ്ജം നമ്മൾ ഈ ഊർജ്ജം വെച്ചിട്ട് കുഴച്ചിട്ട് നമുക്ക് നല്ല ഭംഗിയുള്ള രൂപങ്ങൾ ഉണ്ടാക്കാം, വികൃത രൂപങ്ങൾ ഉണ്ടാക്കാം. നല്ല രൂപങ്ങൾ ഉണ്ടാക്കുന്നവൻ നല്ല രീതിക്ക് അങ്ങോട്ട് പോകും. വികൃത രൂപങ്ങൾ ഉണ്ടാക്കണമെന്ന് അത് വികൃത രൂപങ്ങൾ ഉണ്ടാക്കിയിട്ട് എന്താണ് ഇത് വെച്ചിട്ട് ആൾക്കാരെ പഠിപ്പിക്കും. അപ്പൊ ഈ ഊർജം എന്തായാലും ചെലവാക്കും. അപ്പൊ ഈ വികൃത രൂപം ഉണ്ടാക്കുന്നവൻ ഈ വികൃത രൂപം കൊണ്ട് നേടുന്നത് അവന്റെ ഒരു പ്രശസ്തി അല്ലെങ്കിൽ അവന്റെ ഒരു പണമാണ്. പക്ഷെ ഈ പണം ഉണ്ടാക്കി വരും. മറ്റൊരെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവന് നഷ്ടപ്പെടുന്ന ഊർജം തിരിച്ചു വരുന്നുണ്ട്. എങ്ങനെ? ഇവൻ ചെയ്യുന്ന നന്മകൾ കൊണ്ട് ആളുകൾ ഇവർക്ക് വേണ്ടി പ്രൈസ് ചെയ്യും, അയാളെ കത്തോളട്ടെന്ന് പറയും. അപ്പൊ ഇവന് നമ്മുടെ അടുത്ത കളിമണ്ണ് കുറയുണ്ടല്ലോ, ഈ നല്ലവന്റെ അടുത്തുള്ള കളിമണ്ണ് കുറയില്ലാന്ന് ആളുകൾ അത് റീപ്പ് ചെയ്യുന്നുണ്ട്. മറ്റോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കളിമണ്ണല്ല വാങ്ങിക്കണേ, പകരം പൈസയും ഇതുകൊണ്ട് വാങ്ങിക്കണേ. കളിമണ്ണ് ഇല്ലാണ്ടാവുമ്പോ എന്ത് ചെയ്യും? ഭാരം കളിമണ്ണ് കിട്ടില്ല, പിന്നെ അവിടെ അവന്റെ പരിപാടി.